ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാൾട്ടയിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോകാട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പോകണം, ബസ് കയറി പോകണം. ബിർക്കിർക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് വരും. ചേട്ടൻ്റെ ഫ്രണ്ടിന് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് ഇന്ത്യൻ സ്റ്റോർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അരി സാധനങ്ങളൊക്കെ മേടിക്കണം. വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഒന്നും നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിന് അങ്ങോട്ടേക്ക് പോകണേ. നമ്മൾ മാപ്പ് വെച്ചിട്ട് അവിടെ പോകുന്നത്. ഇവിടെ ഒരു നമ്പറുകളുണ്ട് ഓരോ സ്റ്റോപ്പിന്. ആ സ്റ്റോപ്പിൽ നിന്നാലാണ് നമുക്ക് അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടുക. പിന്നെ നമുക്ക് ബസ് സ്റ്റേഷൻ്റെ കടയ്ക്ക് നടന്നു. ഇവിടുത്തെ വഴികളൊക്കെ അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഏരിയ. ഞാൻ നിൽക്കുന്ന ഏരിയ എന്തൊക്കെ അടിപൊളിയാണ്. ഇന്നലെ ഇപ്പോൾ ഞാൻ കോളേജിൻ്റെ അങ്ങോട്ടൊക്കെ പോയപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷെ എനിക്കെന്തോ ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഏരിയ. ഇവിടെയും കുറേ മാൾട്ടീസുകാരൊക്കെ ഉണ്ട്. അധികം മലയാളീസിന് ഈ ഏരിയയിലില്ല. മാൾട്ടീസാണ് കൂടുതലും കാണുന്നത് കേട്ടോ. പിന്നെ അല്ലാത്ത ഫോറിനേഴ്സും ഈ ഭാഗത്തുണ്ട്. മലയാളീസ് ഭയങ്കര കുറവാണ് ഈ ഏരിയയിൽ ഞാൻ കണ്ടതിൽ. ഇന്നലെ ഞാൻ കോളേജിൻ്റെ അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഫുൾ മലയാളീസാണ് അവിടെ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ബ്രീത്ത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ. അതാണ് ഈ സംസാരിക്കുമ്പോൾ ആ ഒരു ഇത് തന്നെ കേട്ടോ. ആയാലും നമുക്കിനി ബസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാം. ബസ് നമ്പർ നോക്കണം. എന്നിട്ട് നമുക്ക് നേരെ ബിർക്കിക്കരയ്ക്ക് വിടാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് റോഡ് കിടക്കണമെങ്കിൽ ഇവിടെ സിഗ്നൽ കൊടുത്താൽ മതി. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ നമുക്കിവിടെ ഇത് വരും. അവിടെ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തോട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒന്ന് റോഡ് കിടക്കാൻ കൈ കാണിച്ചാൽ പോലും നിർത്തില്ല. എന്തായാലും ഇവിടെ ഓക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. സ്ഥലവും ഇവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. കണ്ടോ, പച്ച ലൈറ്റ് വന്നു. അപ്പോൾ നമുക്ക് കിടക്കാം. പിന്നെ മഞ്ഞ വണ്ടികളൊക്കെ നിർത്തിക്കോളും. അങ്ങനെയാണ് ഇവിടെ വേണ്ടത്. നമുക്ക് ബസ് സ്റ്റോപ്പ് അങ്ങോട്ടേക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നലെ അവിടെ നിന്നാണ് ബസ് കയറിയത്. എന്നാൽ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ചെറുതായിട്ട് ബസ് സ്റ്റോപ്പ് ഒന്ന് തെറ്റി ഞാൻ വേറെ വഴി പോയി. എന്നിട്ട് അവിടെ ചോദിച്ചപ്പോൾ ഈ വഴി പറഞ്ഞു തന്നെ. അപ്പോൾ ഇന്നലെ വന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ബസ് കയറാം. ഇന്നലെ വന്ന അതേ ബസ് സ്റ്റോപ്പാണ്. നമ്മളിവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. ഇന്നിപ്പോൾ ബസ്സിലധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നലെയൊക്കെ നടന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. തിരക്കൊന്നുമില്ല. അവിടെ കാത്തില്ല. ഫ്രണ്ടിലായാലും 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഭയങ്കര പറയണേ. ഫ്രണ്ടിൽ ആൾക്കാർ കേട്ടു. നമുക്കിനി ബിർക്കിക്കര പോയി ഇറങ്ങി അമൽച്ചേട്ടനെ കണ്ടുപിടിച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. ഇങ്ങോട്ടേക്ക് വന്നേക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് പറഞ്ഞു വലിയൊരു കാര്യത്തിന് യൂറോപ്യൻ രാജ്യം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻ ഇവിടെ ഉണ്ടാവില്ല. ഞാനധികം വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് മാൾട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ നമ്മൾ സിനിമകളിൽ മാത്രമല്ല ഇങ്ങനത്തെയൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാൾട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരുപാട് എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഇനി എൻ്റെ മുന്നോട്ടുള്ള ജേണിയിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് ഇതുവരെ മാൾട്ട നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ വന്ന ബസ് കേട്ടോ. ഇനി എന്താ നമ്മളിപ്പോൾ ബിർക്കിക്കര എന്നിട്ടുള്ള സ്റ്റോപ്പിലാണ് വന്നേക്കണേ. ഇനി ഇവിടെ വന്നിട്ട് ഇനി അമൽച്ചേട്ടനെ വിളിക്കണം. എനിക്കിനി വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി വിളിച്ചിട്ട് എവിടെയാണെന്നൊക്കെ നോക്കാം. അമൽച്ചേട്ടൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ മെക്ഡൊണാൾഡ്സിൻ്റെ ലൊക്കേഷൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോയിട്ട് കണ്ടുപിടിക്കാം. എന്തായാലും എനിക്ക് വഴി തെറ്റി കുറേയും പോയി. എന്തായാലും ഇനി നമുക്ക് കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നോക്കാം. ഇവിടെ വഴി കണ്ടുപിടിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് ഈ ബസ് ഇവിടെ ആകെ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഈ ഓരോ ബസ് നമ്പറിൽ നമ്മൾ ഇറങ്ങിയിട്ട് വഴി കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ മെക്ഡൊണാൾഡ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റോഡ് അപ്പുറത്ത് മെക്ഡൊണാൾഡ്സ് ആണ്. ഈ ചേട്ടനെ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നോക്കാം. അതാണ് മെക്ഡൊണാൾഡ്സ്. അപ്പോൾ ഇവിടെയാണ് വരാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് റോഡ് കിടക്കണം, അപ്പുറത്ത് പോയി നിന്നാം. ഇനി റോഡ് കിടന്ന് അപ്പുറത്ത് പോയി നിന്നിട്ട് ചേട്ടനെ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ അമൽ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ നേരെ പോയത് സ്പൈസ് വാലി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറിലാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ ആട്ടോ ഇത്. നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോയത്. അതിനെത്രയാ വറ്റൽ മുളക്? ആ വില നോക്കിയിട്ട് വേണ്ട, മുളകില്ലാണ്ട് തിന്നാം. ഈ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിനൊക്കെ എത്രയാ ഒരു തേങ്ങ ചിലവ് ഇതിന്? കുറേ 1.20. എനിക്ക് മറ്റേ പുട്ടിനിടാനാ. അല്ല, ഇത് തിന്നാൻ ഭയങ്കര ഇതല്ലേ. 1.85 അത് ഇതല്ലേ. പിശുക്കി ഇടാം. ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചു. അത്യാവശ്യം റേറ്റും തന്നെ ഇവിടെ ആയിട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റാണ്. നമ്മുടെ നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഇനി പോവാണ്. എനിക്കിവിടുത്തെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അമൽ ചേട്ടൻ എന്നെ ബസ് സ്റ്റോപ്പിന് അവിടെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങോട്ടോ റൂട്ടൊന്നും അറിയില്ല. അപ്പോൾ മാപ്പ് വെച്ചിട്ടാണ് പോകാനും ഉദ്ദേശിക്കുന്നത്. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം കനമുള്ളത് കൊണ്ട് തന്നെ അമൽ ചേട്ടൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്നാക്കി എന്നെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ഇനി നേരെ എൻ്റെ റൂമിലോട്ട് പോവാണ്. സ്റ്റോറിലൊക്കെ പോയിട്ട് വന്നു. കുറച്ച് സാധനങ്ങൾ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ സ്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാം. സമയം 5:30 ആയിട്ടുള്ള. പക്ഷേ നല്ല ഇരുട്ടായിട്ടാ. ഇതിവിടെ വാൾട്ടീസുകാരൊക്കെ പോകുമ്പോൾ ചിരിക്കുന്നു. ഞാനും തിരിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ തലയൊക്കെ ഇടാട്ടുന്നുണ്ട്. നമ്മൾ വന്ന ഫസ്റ്റ് ഡേ ഇവിടെ ഈ സ്കോട്ട് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമൽ ചേട്ടൻ അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് പാല്, പഞ്ചസാര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കാനൊക്കെ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വഴി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് കറക്റ്റ് വഴി അറിയില്ല. 5:30 ആണെങ്കിലും നല്ല ഇരുട്ടാണ്. ആ ഒരു ഊഹം വെച്ചിട്ട് പോവാണ്. ഇവിടുത്തെ വഴികളൊക്കെ കാണണം. നമ്മുടെ നാട്ടിലൊരു 7 മണി 8 മണി വരെയൊരു ഇതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ അറിയുന്ന വഴിയൊക്കെ വെച്ചിട്ട് പോവാണ്. സേഫാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് ഇറങ്ങി നടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നോക്കാം. അന്ന് വന്ന വഴിയൊക്കെ തപ്പി നടക്കട്ടെ. ഇവിടെയൊക്കെ റോട്ടിലെല്ലാവരും അവരുടെ പട്ടിക്കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ കൊണ്ടൊരു ചേട്ടൻ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഫുൾ പെറ്റ്സാണ് എല്ലാവരും കൊണ്ട് നടക്കണത്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും എയർപോർട്ടിൻ്റെ പുറത്തായാലും കുറേ പേര് പട്ടിക്കുട്ടീനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അവിടെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മിക്കതും പെറ്റ്സ് അലൗഡാണ്. റെസ്റ്റോറൻറ്റ്സ് പോലും പെറ്റ്സ് അലൗഡാണ്. എന്തായാലും നല്ലൊരു പരിപാടി കേട്ടത്. കാറ്റുണ്ട്, നല്ല കാറ്റ്. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഗ്ലൗസൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ റോഡ് കിടക്കാൻ നേരത്ത് ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തിയാലാണ് അവർ നിർത്തുള്ളൂ. പക്ഷേ ഇത് നമ്മളവിടെ നിൽക്കുന്ന കണ്ടാൽ തന്നെ അവർ വണ്ടി നിർത്തും കേട്ടോ. നല്ല ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും നല്ല ഇതായിട്ടാണ്. നമ്മളെങ്ങാനും അറിയാണ്ടായാലും ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കിയാൽ അവർ നിന്നിട്ട് അവരാണ് നമ്മളോട് സോറി പറയുന്നത്. ഒരു പ്രത്യേകത കൾച്ചറല്ലേ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കുന്നത്. സ്കോട്ട് എന്ന് പറഞ്ഞിട്ട് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. വന്നപ്പോൾ ഇങ്ങനെ ഫുൾ പാസ്ത സെക്ഷനൊക്കെ ഇടാം. നമ്മൾ ആ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ട ആ പാസ്ത പോലത്തെ അതിനേക്കാളും വലുത് ഇവിടെ ഉണ്ട്. ഇതാണെങ്കിൽ 1.29 യൂറോ കേട്ടോ. ലാഭമാണ് എന്തായാലും. 1.29 യൂറോയാണ് 1 കിലോൻ്റെ വില. ഒരെണ്ണം എടുക്കാം. ഇടയ്ക്കെങ്കിലും പാസ്തയൊക്കെ വെച്ച് കഴിക്കാമല്ലോ. 1.29. അതുപോലെ തന്നെ ഇവിടെ മൊത്തം ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. ടൊമാറ്റോ സോസൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും.
എനിക്ക് തോന്നുന്നു ഇത് ഓരോ സ്ഥലത്തും ഓരോ വിലയാണെന്ന് തോന്നുന്നു കേട്ടോ. പല സ്ഥലത്തും പല വിലയാണ്. കണ്ടോ, പാസ്തയുടെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു റൈസാണ്, ഒരു ലോങ് ഗ്രെയിൻ റൈസ്. ഇതിന് വന്നിട്ട് 1.99 യൂറോയാണ് ഒരു കിലോ. കണ്ടിട്ട് നമ്മുടെ ഒരു ബസ്മതി അരി പോലെ. ഒരെണ്ണം എടുക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു. നോക്കട്ടെ, ലാസ്റ്റ് എടുക്കാം. എന്തായാലും ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കണം, എന്നിട്ട് ഇതെടുക്കണുള്ളൂ. കാരണം ഇപ്പം തന്നെ ഇന്ത്യൻ സ്റ്റോറിൽ നല്ല പൈസയായി. 18 യൂറോൻ്റെ ഇന്ത്യൻ സ്റ്റോറിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാടാവും നോക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിനോട് വീഡിയോ എടുത്തോടെന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വ്ളോഗിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളൊന്നും പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഓരോ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫ്രോസൺ ഐറ്റംസ് കേട്ടോ മൊത്തം. നമുക്ക് എന്ത് ഫ്രോസൺ വേണമെങ്കിലും ഇവിടെ കിട്ടും, ഇവരുടേതായിട്ടുള്ള. പിന്നെ അവിടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഇവിടെ പാല്, അതുപോലെ യോഗട്ട്, അങ്ങനത്തെ ബട്ടർ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരുടെ പലതരം ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് തപ്പി പറക്കിയെടുക്കാം. കണ്ടോ, ഇവിടെ അങ്ങനെ കുറേ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഈ പിസ്സ അങ്ങനത്തെ അവരുടെ ഫുഡാണ്, നമ്മുടെ ഒന്നുമല്ല. അങ്ങനത്തെ കുറേ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ, നഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. എത്ര യൂറോയാണെന്ന് എനിക്കറിയില്ല. കുറഞ്ഞ പൈസയാണെങ്കിൽ നമുക്കൊരു നഗറ്റ്സും കൂടി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കടയിൽ വെച്ചിട്ടൊരു മലയാളി ചേച്ചിനെ പരിചയപ്പെട്ടു. ബിനു എന്നാണ് പേര്. അപ്പോൾ ചേച്ചി ഇവിടുത്തെ നേഴ്സ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ എടുക്കാനായിട്ടൊരു ഡൗട്ട്, ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് സ്കാൻ ചെയ്ത് നോക്കണം. ഞാൻ ആ ചേച്ചി മലയാളിയോടൊന്ന് വെച്ച് പാടെന്ന് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റാന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എനിക്ക് കുറച്ച് വെജിറ്റബിൾസും യോഗട്ടൊക്കെ എനിക്ക് മേടിച്ച് തന്നു. കാരണം നമ്മളിപ്പോൾ കാർഡിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ഇപ്പോൾ തൽക്കാലത്തേക്ക് കാർഡ് കിട്ടുന്നവരെ പോകാൻ പറ്റില്ല. അപ്പോൾ ആ ചേച്ചി എനിക്ക് വെജിറ്റബിൾസും യോഗട്ടൊക്കെ മേടിച്ചു തന്നു. ഒരുപാട് സന്തോഷം. ഞാൻ പിശിക്കാണ് ശരിക്കും. ഇവിടെ വന്നിപ്പോൾ ഞാൻ പിശുക്ക് പഠിച്ചു എന്ന് പറയാം. നമുക്ക് വേണ്ട സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾ മേടിക്കാൻ നമുക്കിതാണ് ആഗ്രഹമുണ്ട് മേടിക്കാൻ, പക്ഷേ പിശുക്കായി നമ്മൾ പൈസ ഇതാക്കണമല്ലോ. അപ്പോൾ ആ ചേച്ചി എനിക്ക് മേടിച്ച് തന്നു. അതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ പ്രാർത്ഥനയില്ല ആ ചേച്ചി എന്നുമുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഒന്നൊരു 5 മിനിറ്റ് നടക്കാനുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു കുട്ടി വീഡിയോ. അപ്പോൾ എൻ്റെ മാൾട്ട വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല. ഇനിയുള്ള വന്ന വ്യൂസിലൊക്കെ കാണാം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാകുമ്പോഴത്തേക്കും ബൈ.